ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ ചെറിയൊരു മടി കാരണം വീഡിയോ ഇട്ടില്ല. ഇങ്ങനെ ഒരു മടിയാട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണുക, സബും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഇന്ന് രാവിലത്തെ ദോശയാണ് കേട്ടോ. ദോശയും നല്ല സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാളവിടെ പാലിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ അവനുള്ള പാല് വേഗം ഒന്ന് തിളപ്പിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ മദ്രസയിൽ പരീക്ഷ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ 8 മണിക്കാണ് പരീക്ഷ. അപ്പോൾ പരീക്ഷയൊക്കെ പറഞ്ഞയക്കണം മുന്നേ എന്തെങ്കിലും ഒന്ന് കടിയൊന്നും കഴിക്കൂല കേട്ടോ. അപ്പോൾ വേഗം ഒരു ഗ്ലാസ് പാലും കുറച്ച് 2-3 ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ വിടണം കേട്ടോ. അപ്പോൾ വരുമ്പോഴത്തേനും സമയം 9:45 മദ്രസ അവിടെ നിന്ന് വിടും. പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേനും 10 മണിയാവും കേട്ടോ. അപ്പോൾ കുറച്ച് ബിസ്ക്കറ്റും പാലൊക്കെ കൊടുത്താണ്ട് അവനങ്ങോട്ട് പറഞ്ഞയക്കട്ടെ കേട്ടോ. അപ്പോൾ അത് കുടിച്ച് മോൻ പോയി. പിന്നെ നമ്മൾ കുറച്ച് ബാക്കി പാൽ അത് നമുക്ക് ചായക്കാട്ടുള്ളത്. ഇനി ചോറിനുള്ള വെള്ളമല്ല, അരി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സാമ്പാറും കൂടി ഉണ്ടാക്കിയിട്ട് വേണം ദോശ ഉണ്ടാക്കട്ടെ. ഇനിയിപ്പോൾ എല്ലാവരും കഴിക്കുന്നു. സ്കൂളൊക്കെ ലീവായതുകൊണ്ട് ആക്കം പോലെ കഴിക്കുള്ളൂ കേട്ടോ. രാവിലെ നേരത്തെ ആർക്കും വേണ്ട. പിന്നെ നമ്മുടെ കാക്കു രാവിലെ പണിക്ക് പോകും. പക്ഷേ അപ്പോൾ വെറും കാലിച്ചായ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. കടി രാവിലെ അത്ര ഉണ്ടാക്കിയാലും കഴിക്കൂല കേട്ടോ. അപ്പം എനിക്കും മോനും മാത്രം മതി കേട്ടോ രാവിലെ. ഇപ്പം ഇനി കടി മറ്റേ വലിയ മോനും അതേ തന്നെ കേട്ടോ. അവന് ഇവിടെ ഇപ്പോൾ ഒരു കടയ്ക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ അവിടെ അങ്ങോട്ട് പോകുമ്പോൾ അവനൊരു 9-10 മണിയാകുമ്പോൾ ചായ കുടിക്കും കേട്ടോ. അപ്പോൾ അവനും രാവിലെ നിർബന്ധമല്ല, വെറും കാലിച്ചായോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇനി നേരത്തെ ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ മോൻ വരുമ്പോഴത്തേന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചോറ് അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കഷ്ണമാക്കിയിട്ട് ഒന്ന് വാട്ടിയിട്ട് ഇടുക കേട്ടോ. പരിപ്പും വേകാനൊക്കെ വെച്ച് നമ്മൾ സാമ്പാർ അങ്ങോട്ട് റെഡിയാക്കി എടുത്തേക്കണു. അപ്പോൾ ഇനി സാമ്പാർ ഞാൻ കുറേ പ്രാവശ്യം നമ്മൾ ഇതിൽ ഇട്ടിട്ടതല്ലേ, അതുകൊണ്ട് ഞാൻ എല്ലാതും ഇട്ടിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ സാമ്പാർ അവിടെ കുറച്ച് തേങ്ങ കരച്ചിക്കണം കേട്ടോ. ഇന്നത്തെ സാമ്പാറിൽ തേങ്ങ വറുത്തരച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് നമ്മൾ കറിവേപ്പിലയും കടുകൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചോറും കറിയൊക്കെ ആയതിന് ശേഷം പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കണത്. അപ്പോൾ മോനൊക്കെ വന്നിക്കണം കേട്ടോ. അപ്പത്തിന് അവൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കുള്ള ദോശയാണ് കേട്ടോ. ഉള്ളിയൊക്കെ ഇട്ടിട്ട് ദോശ. ഉള്ളിയിട്ട ദോശ മറ്റവനും പറ്റൂല കേട്ടോ ആൾക്ക്. അപ്പോൾ എനിക്കുള്ളത് ഇന്ന് ഞാൻ എന്തായാലും വലിയ ദോശ തന്നെ കേട്ടോ. നമ്മൾ നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കില്ല അത്ര വലുപ്പത്തിൽ ഒരു ദോശ തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ പത്തിരിക്കല്ലുണ്ടല്ലോ, അതിലാണ് കേട്ടോ ചുട്ടുകണത്. അപ്പോൾ നോലുമ്പിന് എടുത്തതാണല്ലോ നമ്മൾ പത്തിരിക്കല്ല്. പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ പത്തിരിയൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ എന്തായാലും നമുക്കിതാ ദോശയൊക്കെ ചുട്ട് നല്ല അടിപൊളി നെയ് റോസ്റ്റ് പോലത്തെ ദോശ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളി ദോശയാണ്. പിന്നെ എനിക്ക് ചട്നിയോ ചമ്മന്തിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. വെറും നമ്മളെ സാമ്പാർ മാത്രമാണുള്ളത്. അപ്പോൾ അങ്ങനെ അവനുള്ള ദോശ കേട്ടോ ചുട്ട് കൊടുക്കുകയാണ്. അതിൽ പിന്നെ ഞാൻ ഉള്ളിയൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേറെയുള്ള പണികളൊക്കെ ഒരുക്കാം കേട്ടോ. അപ്പോൾ ചോറും കടിയും കറിയൊക്കെ ഒപ്പമായതുകൊണ്ട് ഇന്നത്തെ പണികൾ വേഗം തന്നെ അങ്ങോട്ട് ഒരുങ്ങി കിട്ടിയിട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ചായയൊക്കെ ഒന്ന് കുടിക്കട്ടെ. മോൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശയും ഒരു ഭാഗത്ത് ചൂടുന്നുണ്ട്, കുറച്ച് സാമ്പാറും നല്ല ചൂടുള്ള സാമ്പാറും ചൂടുള്ള ദോശയാണ് കേട്ടോ. അപ്പം ചട്നിക്കൊന്നും അരച്ചില്ല കേട്ടോ. ചട്നി ആവശ്യമില്ല. സാമ്പാർ ഉണ്ടാകുമ്പോൾ ചട്നി അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നല്ല അടിപൊളി ദോശയും ചായയും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ പള്ളറച്ച് തിന്നിട്ടോ. അപ്പോൾ അവനൊക്കെ പരീക്ഷ കഴിഞ്ഞ് വന്ന് ഒരാളവിടെ ഇരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ ട്രൗസർ മാത്രം ഇട്ടിരിക്കട്ടെ. അപ്പോൾ മറിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സാമ്പാറും റെഡിയായി. അതുപോലെ തന്നെ ചോറും വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ സാമ്പാർ എന്താ വെച്ചാൽ എനിക്ക് ഈ ചട്ടീൻ്റെ ചോറ് ഇങ്ങനെ ആവണതൊന്നും ഇഷ്ടമല്ലോ. വെക്കണത് നല്ല കറക്റ്റിൽ വൃത്തിയിൽ ഇങ്ങനെ കിടക്കട്ടെ, അതാ ഇഷ്ടം. അപ്പോൾ അതൊക്കെ ചട്ടീൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ തേങ്ങ ആയപ്പോൾ അതൊന്ന് ശരിയാക്കിയത്. പിന്നെ കുറച്ച് പപ്പടം പൊരിച്ച് വെച്ചു. പിന്നെ നമ്മൾ പച്ചവായൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ലേശം ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൂട്ടാനൊക്കെ ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുക്കളപ്പണി അങ്ങോട്ട് ഇന്ന് വേഗം തന്നെ അങ്ങോട്ട് തീർന്നു കേട്ടോ. 11 ആയിട്ടില്ല കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ തീർന്നിക്കണം. ചായ കൂടിയും ഒക്കെ കഴിഞ്ഞിട്ട് ചോറും കറിയും ഒക്കെ ആയിട്ടോ. അപ്പോൾ കുറച്ച് പഴഞ്ചോറ് ഇവിടെ ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നമുക്ക് ഇതന്നെ ഉള്ളൂ കേട്ടോ. ഇനി വൈകുന്നേരമാണ്. അങ്ങനെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ വന്നപ്പോൾ ഭയങ്കര കച്ചറയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഓന് ഇങ്ങനെ എൻ്റെ ഫോണ് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഓന് എന്നോട് വെള്ളത്തിന് പോവുക ചോദിക്കും കേട്ടോ. അപ്പോൾ ചെറിയ മോന് ആ കുട്ടി അപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ആദ്യം പ്രശ്നം എന്താണെന്നൊന്ന് തീർക്കട്ടെ എന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ കളിച്ചപ്പോൾ കാക്കു വള്ളെടുത്തെറിഞ്ഞ് കാക്കു ഞങ്ങൾ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി. അപ്പോൾ കാക്കുവിന്
ടൈം കൊള്ളട്ടെ. ഇപ്പോൾ +2-ലാണ് അവർ. അപ്പോൾ റിസൾട്ടൊന്നും വന്നിട്ടില്ല. റിസൾട്ട് എത്തിയല്ലേ ഇനി ക്ലാസ്സോ എന്തെങ്കിലുമൊക്കെ ചേരാനോ അതിന് പറ്റില്ല. അപ്പോൾ കാക്കുവിനും ബോറടി ആണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇളക്കുക കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഇനി കുടിവെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അപ്പോൾ എന്തായാലും പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് കാണ്ട് അവരെയും കൂട്ടിയിട്ട് ഞാൻ കുടിവെള്ളത്തിന് പോയിട്ട്, അപ്പോൾ എങ്ങനെ തന്നെ ചോദിച്ചാലും ബക്കറ്റ് ഒന്നും തരില്ല കേട്ടോ, ഞാൻ മുടിക്കാറുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു പാലിട്ടിക്കണം കേട്ടോ. അതൊന്നുമല്ല, കവുങ്ങ് അവരെങ്ങനെ വെള്ളം പോകാനുള്ള ഇതെടുത്തപ്പോൾ അവിടെ ചെറിയ കവുങ്ങ് ഇങ്ങനെ ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ അതിൽ കൂടെ നടക്കാനും അവന് പേടിയാട്ടോ. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ബക്കറ്റ് ചോദിച്ചിട്ടൊന്നും തരുന്നില്ല കേട്ടോ, ഓടുകയാണ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതാ നമ്മൾ അവിടെ എത്തി, കിണറിൻ്റെ അവിടെ എത്തി കുറച്ച് വെള്ളമൊക്കെ കോരി കുടിച്ചിട്ടും കാല് കഴുകിയിട്ടും മുഖം കഴുകിയിട്ടൊക്കെ അങ്ങനെ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ആദിക്കുട്ടനാണ് കേട്ടോ, അത് നമ്മളെ തൊട്ട റൂമത്തെ കുട്ടിയാട്ടോ. അവൻ എപ്പോഴും വരും കേട്ടോ എൻ്റെ കൂടെ. ഇങ്ങനെ എവിടെ പോവുകയാണെങ്കിലും വിളിച്ചാൽ വരും. ചിലപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വരില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ പോയപ്പോൾ കിണറിൻ്റെ അവിടെ വെറുതെ മൂച്ചിമ്മ മാങ്ങ ഉണ്ടപ്പോൾ അതൊന്നും എടുത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളവും ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു ബോക്സിൽ പിന്നെ നമ്മൾ സൗണ്ട് ബോക്സ് ഉണ്ടല്ലോ, അതിലിങ്ങനെ ബ്ലൂടൂത്ത് വഴി ഓണാക്കി പാട്ടൊക്കെ ഇട്ടിട്ട് അവിടെ നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ കുസൃതികളിങ്ങനെ കാട്ടി നടക്കണം. അപ്പോൾ ഞാനും കുറേ നേരം ഇങ്ങനെ അവരെ കൂടെ ഇരുന്നിട്ട് വേറെ വെള്ളമൊന്നുമില്ലല്ലോ. അപ്പോൾ വെള്ളം വന്നിട്ട് വേണം വേറെ പണികൾ എടുക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ അടിച്ചാൽ തുടക്കൽ കേട്ടോ. തിരുമ്പൽ പിന്നെ നമ്മൾ രാവിലെ കഴിക്കട്ടോ. രാവിലെ കിണറ്റിൽ കുറച്ച് വെള്ളം ഏന്തി കഴിയുമ്പോൾ അടിച്ചിട്ട് വേഗം തിരുമ്പൽ ഇങ്ങോട്ട് കഴിക്കട്ടോ. അതല്ലേ വലിയ പണി. അതിനല്ലേ ഇപ്പം നമുക്ക് വെള്ളം തോനെ വേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ പണിയെന്ന് പറഞ്ഞാൽ അടിച്ചുവരലും തുടക്കലും കുളിയും തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കുട്ടികളൊപ്പൊക്കെ ആയിട്ട് അവരെ വികൃതികളും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അവരെ ഒക്കെ പറഞ്ഞയച്ച് ഞാനിതൊക്കെ നമ്മൾ അകത്ത് കയറിയിട്ട് ഇത് കുറച്ച് ഞാൻ പഞ്ചോറ് കഴുകി വെച്ചിരുന്നല്ലോ, ഇന്നലെ രാത്രിക്കത്തെ ബാക്കി ചോറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുറച്ച് അരച്ചെടുക്കണം കേട്ടോ. മുളകും പൊടിയും കായപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനിതാ അരച്ചെടുത്തിക്കണ്. ഇനി അതിൽ കുറച്ച് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചോറ് മാത്രം അരച്ചിട്ട് കൊണ്ടാട്ടോ. അപ്പോൾ നമ്മൾ അത് പൊരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഒട്ടൽ വരും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കും കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ട് ഉപ്പ് കുറച്ച് കമ്മി ഉണ്ടായിരുന്നു, അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മളെ നൂൽപുട്ടിൻ്റെ അച്ചിൽ നമുക്ക് നമ്മളെ മുറുക്ക് ഉണ്ടാക്കൂലേ, ആ ചില്ലാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിക്കണത്. ഞാൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ എന്നും ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ എപ്പോഴും എല്ലാവരും ബാക്കി ചോറ് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. ഇപ്പോഴൊന്നും ആരും അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ എന്തായാലും നമ്മളതൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷേ കുറച്ച് വെള്ളം ഏറിയോന്നൊരു ഡൗട്ട് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. എന്നാലും നമ്മളിതാ ഈ പാത്രത്തിൽ ഇങ്ങനെ കുറേ ചുറ്റിച്ചിട്ട് ഉണക്കിയിട്ട് പിന്നെ അത് അങ്ങോട്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.